ഹലോ ഗൈസ്, ശിവരാത്രിയായിട്ട് എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോഴിക്കോട് വന്നിട്ട് എല്ലാവരും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് തളിയമ്പലത്തിൽ പോയി നോക്ക്, അടിപൊളിയാണ്, നല്ല രസമാണെന്ന്. അന്നാ വിചാരിച്ചു അന്ന് അവിടെ തന്നെ പോവാന്ന്. എല്ലാവരും പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് ഞാനും പോയത്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടമായി. കുറേ ഫോട്ടോ എടുക്കണം എന്ന് തോന്നി. പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേനും ലൈറ്റിംഗ് ഒക്കെ പോയായിരുന്നു. എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം കൂടി വന്നിട്ട് അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പിന്നെ ശിവരാത്രിയും കൂടി അല്ലായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. ഞങ്ങളപ്പോൾ തൊഴാൻ പോയത് നന്നായെന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങളും തളിയമ്പലത്തിൽ പോയി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ചെണ്ടമേളൊക്കെ കണ്ട് അവിടുത്തെ പ്രസാദമായ ഉണ്ണിയപ്പവും മേടിച്ച് ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഉണ്ണിയപ്പം കിട്ടിയപ്പോൾ. കാരണം ഉണ്ണിയപ്പം കൊതിച്ചുകളാണ് ഞങ്ങൾ രണ്ടുപേരും. അമ്പലത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും എടുത്ത് അപ്പം തന്നെ കഴിച്ച്. പുറത്തിറങ്ങിയപ്പോൾ ചെണ്ടമേളം വിത്ത് ഫ്യൂഷൻ. പിന്നെ അതും കണ്ട് ഇങ്ങ് പോകും.